നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. അവരെ കാത്ത് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നില്ല, അധികം ആരാധകരും ഉണ്ടായിരുന്നില്ല. ബഹളങ്ങളില്ലാതെ അവർ തന്റെ ഔദ്യോഗിക മന്ത്രിവസതി ഒഴിഞ്ഞു. ഇതിന് പിന്നാലെ കോൺഗ്രസുകാരുടെ വലിയ ട്രോളുകളാണ് ഉയരുന്നത്. കർമ്മബലം അനുഭവിക്കുകയാണ് സ്മൃതി ഇറാനി എന്നായിരുന്നു ഒരു ട്രോൾ ഉണ്ടായത്. സ്മൃതി ഇറാനിയെ ആരും ട്രോളരുതെന്ന് ഉപദേശിക്കുക വഴി സ്മൃതി ഇറാനിയെ കൂടുതൽ മുറിവേൽപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത്. 2014 അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് 1,67,196 വോട്ടുകൾക്ക് സ്മൃതി ഇറാനി തോറ്റെങ്കിലും 2019 അവർ 55,000 പരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിരുന്നു. 2019 രാഹുൽ ഗാന്ധിയുമായി നേർക്കുനേരെയാണ് പോരാട്ടമെങ്കിൽ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരി ലാൽ ശർമ്മയ്ക്ക് പുറമെ മായാവതിയുടെ BSPയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. 2019 4.68 ലക്ഷം വോട്ടുകൾ ലഭിച്ച സ്മൃതി ഇറാനിക്ക് 2024 ലഭിച്ചത് 3.72 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. ഏകദേശം 1 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞു. അമേഠിയിൽ തനിക്കെതിരെ എന്തോ അട്ടിമറി പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും നടക്കുന്നതായി തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ സ്മൃതി ഇറാനി ആശങ്ക ഉയർത്തിയിരുന്നു. പക്ഷെ എന്താണ് അതെന്ന് അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും സ്മൃതി ഇറാനിക്ക് നഷ്ടമായി എന്ന് പറയുന്നു. അതീവ രഹസ്യമായി ഈ സമുദായത്തെ 100% സ്വാധീനിക്കുന്ന രീതിയിൽ ഗൂഢാലോചന പ്രവർത്തനങ്ങൾ അമേഠിയിൽ നടത്തിയിരുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പച്ച വർഗീയത തന്നെയാണ് ഇവിടെ നടന്നത്. പിന്നെ BJPയിൽ തന്നെ പിണങ്ങി നിൽക്കുന്ന ചില ലോക്കൽ നേതാക്കളെയും കോൺഗ്രസും അഖിലേഷ് യാദവും ചേർന്ന് പ്രലോഭിപ്പിച്ച് പിടിച്ചിരുന്നു. ഇതും സ്മൃതിക്ക് എതിരായി. പക്ഷേ സ്മൃതി ഇറാനി 2019 നേടിയ വിജയം ചില്ലറയൊന്നുമല്ല. അവർ ഗാന്ധിക്കോട്ടയാണ് അന്ന് തകർത്തത്. അതിന്റെ പേരിൽ അന്നു മുതലേ ഗാന്ധി കുടുംബവും സ്മൃതി ഇറാനിക്കെതിരെ പല രീതിയിലും കരുക്കൾ നീക്കിയിരുന്നു. പലതവണ ഗാന്ധി കുടുംബം അമേഠിയിൽ നടത്തിയ രഹസ്യ സർവേയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കേണ്ട കാര്യം കഷ്ടമാണെന്നായിരുന്നു ഫലം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയെയോ നിർത്തിയാൽ കോൺഗ്രസ് ഭയക്കുകയായിരുന്നു. കാരണം 2ാം തവണയും അമേഠിയിൽ ഒരു ഗാന്ധി കുടുംബാംഗം തോറ്റാൽ അത് അവരുടെ അവസാനമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ഗാന്ധി കുടുംബവുമായി അടുത്ത് പരിചയമുള്ള കിഷോരി ലാൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഗാന്ധി കുടുംബം എത്രയോ പതിറ്റാണ്ടുകളിലായി ഇന്ത്യ ഭരിച്ച കുടുംബമാണ്. അവർ അവരുടെ എല്ലാ സ്വാധീനങ്ങളും ഇക്കുറി സ്മൃതി ഇറാനിക്കെതിരെ പയറ്റിയിരുന്നു. അതിന്റെ ചില നുണക്കഥകളും ജാതികളും അവർ ചേർത്തിരുന്നു. ഉദാഹരണത്തിന് ദളിത് വിദ്യാർത്ഥിയായ രോഹിത് എന്ന വ്യക്തിയുടെ ആത്മഹത്യക്ക് കാരണക്കാരിയായത് സ്മൃതി ഇറാനിയാണ് എന്ന തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും അവർ നടത്തിയിരുന്നു. എന്തായാലും സ്മൃതി ഇറാനി ഇപ്പോൾ മൗനത്തിലാണ്. കഴിഞ്ഞ ദിവസം അവർ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഭർത്താവ് ഇറാനിക്കൊപ്പം സ്മൃതി ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ക്യാമറകൾക്ക് മുൻപിൽ പോസ് ചെയ്തത്. തോൽവിക്ക് ശേഷം തന്റെ വിജയത്തിലും പരാജയത്തിലും ഉറച്ചു നിന്നവർക്ക് സ്മൃതി ഇറാനി നന്ദി പറഞ്ഞിരുന്നു. പക്ഷെ ഈ മൗനത്തിന് ശേഷം സ്മൃതി ഇറാനി തിരിച്ചു വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അവരുടെ മുറിവ് ഏറ്റെടുത്തു നിന്നും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് അപാരമാണെന്നും അവരെ അടുത്തറിയുന്നവർ പറയുന്നു. ചിലപ്പോൾ BJP എന്ന പാർട്ടിയുടെ ചുമതലകളിലേക്ക് അവർ എത്തിയേക്കാം. എന്തായാലും 2029 അമേഠിയിൽ മറ്റൊരു സ്മൃതി ഇറാനിയെ നിങ്ങൾ കാണും. രാഹുൽ ഗാന്ധിയുടെ മുറിവിൽ ഉപ്പ് തേച്ചുകൊണ്ടുള്ള ഇരട്ടി പരിഹാസത്തിന് അന്ന് സ്മൃതി തന്നെ മറുപടി നൽകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.